ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഏവ ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചീസി പൊട്ടാറ്റോ കേക്കാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് പൊട്ടാറ്റോ സ്ലൈസ് ചെയ്തത്, അതുപോലെ സ്ലൈസ് ചീസ്, മുട്ട, മൈദ, പാല്, ജാതിക്കപ്പൊടി, കുരുമുളക് പൊടി, ബ്രെഡ് ക്രംസ്, മോസറല്ല ഗ്രേറ്റഡ്, ബട്ടർ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, പിന്നെ ഒറിഗാനോ. ഇത്രയുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ ജാതിക്കപ്പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് പൊട്ടാറ്റോ ഇതിലേക്ക് സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ സ്റ്റാർച്ച് പോകാനായിട്ട് കുറേ നേരമൊന്നും നമ്മൾ വെള്ളത്തിലും ഇട്ട് വെക്കാൻ പാടില്ല. നമ്മളത് പീൽ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം അപ്പം തന്നെ ഒരു ഉണങ്ങിയ തുണി നന്നായിട്ട് തുടച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്ലൈസസ് കരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് വെള്ളം ഭയങ്കരമായിട്ട് ഇറങ്ങി വരും. അതുപോലെ തന്നെ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ടവൽ ഡ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് ഈ മിക്സിലേക്ക് ചേർക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോ നമ്മൾ ഒരുപാട് നേരം വെച്ചതിൻ്റെ കളറും ചേഞ്ച് ആവും. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരുപാട് വെള്ളം ഊറി വരും. അപ്പോൾ ഇനി ഇപ്പം നമ്മുടെ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലോട്ട് നമ്മളൊരു അരിപ്പ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് മൈദയും അതുപോലെ ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അരിച്ച് വേണം മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഇടാനായിട്ട്. അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടതുകൊണ്ട് അത് നന്നായിട്ട് നമുക്കത് മിക്സായി കിട്ടില്ല. നമ്മളിതുപോലെ അരിച്ചെടുക്കുമ്പോൾ അവസാനം വരുമ്പോൾ ചെറിയ ചെറിയ കട്ടയൊക്കെ ആയിട്ട് നമുക്ക് അരിപ്പയിൽ കാണാൻ പറ്റും. അത് ഒരു സ്പൂൺ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം അരിച്ച് ആ ബൗളിലേക്ക് വീണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പാലും കൂടി ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇപ്പം നമ്മൾ ചെറുതായിട്ട് ഇളക്കിയാൽ മതി, അതൊന്നും മൊത്തത്തിലൊന്ന് ചെറുതായിട്ട് മിക്സ് ആവാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടയായിട്ട് കിടക്കും. അപ്പോൾ മാക്സിമം കട്ടയില്ലാതെ എടുക്കണം. അപ്പോൾ പാല് ഒഴിച്ചതിന് ശേഷം അതിൽ കട്ടയൊന്നും പിടിക്കാതെ നമ്മൾ നല്ലൊരു ബാറ്ററായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൽ ഉപ്പും കുരുമുളക് പൊടി ജാതിക്കപ്പൊടിയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതൊക്കെ കറക്റ്റായി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പൊട്ടാറ്റോ സ്ലൈസ് ചെയ്ത് വെച്ചത് അതിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളത് നന്നായിട്ടൊന്ന് എഗ്ഗിൻ്റെ മിക്സിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പൊട്ടാറ്റോ നമ്മൾ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ വെക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് നമ്മളത് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കോട്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അത് കേക്കിൻ്റെ ടിന്നിലേക്ക് നമുക്കത് മാറ്റി ബേക്ക് ചെയ്യാൻ പറ്റും. പൊട്ടാറ്റോ അതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല, അത് ഹാഫായിട്ട് സെമി സർക്കിളായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് നമുക്കത് മാറ്റാം. നമ്മളിതിലോട്ട് മാറ്റുമ്പോൾ മൊത്തം എല്ലാ പൊട്ടാറ്റോ കൂടി അതിൽ ഒരുമിച്ച് ഇടണ്ട, അതിൻ്റെ പകുതി മാത്രം നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ലെയർ നന്നായിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പൊന്തിയും താന്നൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ പകുതി പൊട്ടാറ്റോ അതിൽ നിന്ന് എടുത്ത് ആ പാത്രത്തിലേക്ക് ടിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്താം. എന്നിട്ട് വേണം അതിലോട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത് നന്നായിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഞാനൊരു 6 ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കൂട്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചീസൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെൽത്തിന് അത്രയും നല്ലതല്ല, പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളത് ലെയർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒരു ലെയറേ അത് ചെയ്യണുള്ളൂ, അധികം തിക്കായിട്ട് ഞാനിതിൽ ചീസ് ഇട്ട് കൊടുക്കണില്ല. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ലെയർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതും നമ്മൾ ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ അതുപോലെ സെയിം പ്രൊസീജിയർ തന്നെ ഇത് ചെയ്യുക. അത് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഫ്ലാറ്റാക്കി വയ്ക്കുക. അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഒരു ലെവലില്ലാതിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പരത്തിയിട്ട് വേണം
ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ലെവൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോകുന്നത് മൊസറല്ല ഗ്രേറ്റ് ചെയ്തതാണ്. ശരിക്കും ഇതിൽ പെർമിസൻ ചീസാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് എല്ലാവർക്കും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്താണ് എടുക്കണേ. ഏറ്റവും നല്ലത് മൊസറല്ല മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത്. കാരണം അത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഒരുപാട് വാട്ടറി ആയി പോകും. അപ്പോൾ പെർമിസൻ ചീസ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ചീസാണുള്ളത് അതനുസരിച്ച് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മൊസറല്ലയൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം ആഡ് ചെയ്യാതെ മാക്സിമം കുറച്ച് യൂസ് ചെയ്യാൻ നോക്കുക. അതിനുശേഷം അതിലോട്ട് ബ്രെഡ് ക്രംസ് അതിൻ്റെ മുകളിൽ നമ്മളൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ അതിൽ വന്ന വാട്ടറി ആയിട്ടുള്ള ഇതെല്ലാം ഇത് വലിച്ചെടുത്തോളും, അബ്സോർബായി പൊക്കോളും. അതിനുശേഷം അതിലൊരു പിഞ്ച് ഉപ്പും അതുപോലെ ബട്ടർ സ്ലൈസ് ചെയ്തതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ക്യൂബ്സ് ആണ് എങ്കിൽ ക്യൂബ്സ്, കുറച്ച് ബട്ടർ അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും അതുപോലെ ജാതിക്കപ്പൊടി ഒന്നും കൂടി ഒന്ന് സ്പ്രിങ്കിളൊക്കെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഞാൻ ഉപയോഗിക്കുന്ന എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റിയും കാര്യങ്ങളെല്ലാം ചെയ്യണ മെത്തേഡെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ വീഡിയോൻ്റെ താഴെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതിലോട്ട് ഞാൻ ഒറിഗാനോ ആണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഒറിഗാനോ ആണ് ഇത് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് ഇത് ചെയ്യാം. പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിലേക്ക് നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ 170 ഡിഗ്രി ഇതും അതുപോലെ 45 to 60 മിനിറ്റ്സുമാണ് അതിൻ്റെ കുക്കിംഗ് ടൈം. നിങ്ങളൊരു ടൂത്ത് സ്റ്റിക്ക് എടുത്ത് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അത് കഴിഞ്ഞ് 10 മിനിറ്റിന് ശേഷം വേണം നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റാനായിട്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ ബൈ, ടേക്ക് കെയർ.